എല്ലാവരും രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുമായിരിക്കില്ല. ഞാനും എൻ്റെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഞാനങ്ങനെ ഒന്ന് ചുമ്മാ നടന്നേക്കാം, നിങ്ങളോട് കുറച്ച് നേരം സംസാരിച്ചേക്കാം എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്നാ ഉണ്ട് വിശേഷങ്ങളൊക്കെ? ഇത് ഞങ്ങളുടെ സ്റ്റെപ്പാട്ടോ, വാർക്കപ്പുറത്തേക്ക് കയറാനുള്ള സ്റ്റെപ്പായത്. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് ഒന്നുമില്ല, ചുമ്മാ ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, നമുക്ക് കളഞ്ഞു കുളിക്കേണ്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, ഇല്ലേ? നമ്മൾ ഒരിക്കലും നശിപ്പിക്കാത്ത കുറച്ച് കാര്യങ്ങൾ. അതായത് ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെന്താ, സമയം എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ, അല്ലേ? പക്ഷേ നമ്മൾ ജീവിതത്തിൽ ആ സമയം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കൂട്ടുകൂടി നടന്നും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സമയങ്ങൾ കളഞ്ഞു കഴിയുമ്പം പിന്നെ നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകാണ്ടിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ സമയം എന്ന് പറയുന്നത് ഭയങ്കര വിലപ്പെട്ട ഒന്നാണ്. അപ്പം ജീവിതത്തിൽ സമയം വേസ്റ്റാക്കി കളയാണ്ട് ഇരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നടന്നിട്ടും ചില സമയം നമുക്കൊരു പ്രയോജനം ഉണ്ടായിരിക്കില്ല, ഇല്ലേ? അവർ നമ്മളെ അങ്ങ് മറന്നു പോവും. നമ്മളോർക്കും അവർ നമ്മളെ ഓർത്തിരിപ്പുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സമയം കളഞ്ഞാലും അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും, ഇല്ലേ? പക്ഷേ അതൊക്കെ വെറുതെ ആട്ടോ. അപ്പം നമ്മൾ സമയം ചുമ്മാ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കളയുമ്പം ഒരു കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ടും കൂടെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നല്ലതാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. എന്നെ കാണാവോ നിങ്ങൾക്ക്? ഇതൊരു മലയുടെ മുകളാണിത് കാണുന്നത്. പിന്നെ രണ്ടാമത്താണ് നമ്മുടെ വ്യക്തിത്വം. നമ്മുടെ വ്യക്തിത്വത്തിൽ മറ്റൊരാളും കൈ കടത്താൻ ഇടവരുത്തരുത്. കാരണം നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് നമുക്ക് മാത്രമുള്ളതാണ്, അല്ലേ? അത് വേറൊരാൾ കൈ കടത്തിയിട്ടുണ്ടെങ്കിൽ വേറൊരാളായിട്ട് നമ്മൾ ജീവിക്കാൻ പറ്റുള്ളൂ, നമ്മളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അത് ഒരിക്കലും മോശമാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വ്യക്തിത്വം നമുക്ക് മറ്റുള്ളവർക്ക് അവരെ കൊണ്ട് കുഴപ്പമില്ല, അവർ നല്ല മനുഷ്യർ എന്നിങ്ങനെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിത്വത്തിന്. പിന്നെ വേറെയുള്ളതാണ് സന്തോഷം. നമ്മുടെ സന്തോഷം മറ്റുള്ളവരെ കൈവശപ്പെടുത്താൻ ഇടവരുത്തരുത്, ഇല്ലേ? അതായത് നമ്മൾ ചിലപ്പം എന്നെന്താ പറയുന്നത്, നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അതൊന്നും വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. എങ്കിലും നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് അതിലൊരു ആനന്ദം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ കൊച്ചു സന്തോഷത്തെ നമുക്കിരിക്കാൻ പറ്റും. ആ സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ കളഞ്ഞു കുളിച്ചിട്ട് സങ്കടപ്പെട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലേ? നമുക്ക് ചിലപ്പോൾ ഒരു പൊട്ട് തൊടുന്നതിലായിരിക്കാം, പെൺകുട്ടികൾക്കാണെങ്കിലും ഒന്ന് മേക്കപ്പ് ചെയ്യുന്നതിലായിരിക്കാം, ആൺകുട്ടികളൊക്കെ ആണെങ്കിലും എന്തെങ്കിലും കളിക്കുന്ന ഒരു സിനിമ കാണുന്നോ ഒക്കെ ആയിരിക്കാം. പക്ഷേ അതിലൊന്നും മറ്റുള്ളവർ അതിനൊന്നും ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ അതിനൊന്നും സമയം കളയരുത്. എപ്പോഴും ഏതെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ, പഠനമാണെങ്കിൽ പഠനം, ജോലിയാണെങ്കിൽ അത് ചെയ്താൽ മതി. നമ്മളെപ്പോഴും നിബന്ധനകൾ വയ്ക്കും. നമ്മുടെ മക്കളുടെ അടുത്താണെങ്കിലും നമ്മളുടെ അടുത്താണെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വേണ്ടതല്ലേ? അതിൽ സന്തോഷിക്കുക. പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവർക്കും തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ എപ്പോഴും മറ്റുള്ളവരെ ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം, അതിൽ നമ്മൾ ഇടപെടുത്തരുത്. കാരണം ഓരോരുത്തരും യുണീക്കാണ്. അവനവൻ്റെ കാര്യങ്ങൾ ചെയ്ത് അവനോ സന്തോഷം കണ്ടെത്തിയില്ലെങ്കിൽ അത് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല, അല്ലേ? അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ ഇതിൽ നടക്കാനിറങ്ങിയപ്പം നിങ്ങൾക്കിട്ട വീഡിയോ ആയിട്ടിത്. ഞാൻ നടക്കാൻ പോയിട്ട് വന്നിട്ടിരിക്കുന്ന ഭാഗമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ പോണ വഴിക്ക് എടുക്കാം. ഇപ്പോൾ രാവിലെ ഞാൻ നടന്നതിൻ്റെ ഭാഗങ്ങൾ എടുക്കാം. ഇനി ഞാൻ യോഗയൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ വന്ന് എൻ്റെ പട്ടിയായിട്ടൊന്ന് പുറത്ത് നടക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിക്കണ വീഡിയോയും കൂടെ കൂട്ടിയിടാം. അപ്പം ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം നമുക്ക് തുടങ്ങാം. എൻ്റെ ബ്രൂണോനെ കുളിപ്പീരും നടക്കാൻ പോണതിൻ്റെ എല്ലാം കൂടെ കൂട്ടിയിടാം കേട്ടോ ഈ വീഡിയോ. ഒരു 5:45 ഞാൻ ഇറങ്ങി നടക്കാൻ പോയത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുത്തിട്ട് പോയില്ലെങ്കിൽ ഇരുട്ടല്ലേ, പേടിയാവും, തന്നെയല്ലേ പോകുന്നത്. കാര്യം പറഞ്ഞ് നടക്കാനൊക്കെ ആൾക്കാരവിടെ ഉണ്ട്, റോഡിൽ കൂടെ പോകുന്നൊക്കെയാണ്. എങ്കിലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. തന്നെ ഞാൻ നടന്നു പോകുമ്പം എനിക്കൊരു
കാരണം എന്നാണെന്നറിയാമോ, ഞങ്ങളുടെ അടുത്ത് കുറേ വീടുകളൊക്കെ ഉണ്ട്. കാര്യം പറഞ്ഞാൽ ഒറ്റ വീട്ടിലെ ആൾക്കാരില്ല, എല്ലാവരും വിദേശത്തും അതിലിതിലൊക്കെ. അപ്പോൾ വീടുകളിലൊക്കെ അനക്കം കുറവാണ്. ചില വീടുകളിലൊക്കെ ഉള്ളൂ അച്ഛനും അമ്മയൊക്കെ, ബാക്കി മക്കളെല്ലാം വിദേശത്തായിരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ നടക്കാൻ പോകുമ്പോൾ ഇപ്പം ഞാൻ പോകുന്നത് തന്നെയുള്ളൂ, വേറെ റോഡിൽ ആരെയും ഞാൻ കണ്ടൊന്നുമില്ല. ഞാനപ്പോൾ കുറേ ദൂരം 1 കിലോമീറ്ററോളം ഞാൻ പോയിട്ട് തിരിച്ചു വന്നു. അപ്പം അത്രയും ദൂരമൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. വീട്ടിലെല്ലാം ഒരാളും രണ്ടാളും ഒക്കെ വെച്ചേ ഉള്ളൂ. ഒത്തിരി വീടുകളിങ്ങനെ അടഞ്ഞു കിടപ്പുണ്ടല്ലേ. ഇപ്പം മക്കളെല്ലാം വിദേശത്തായിട്ട് ഞാൻ ഈ കാണിക്കുന്ന വീട് അടഞ്ഞു കിടക്കുക. അത് കാടും കയറി കിടക്കുക. ഒരു മനുഷ്യൻ പോലും ഇല്ല. ഒത്തിരി വർഷങ്ങളായിട്ട് അവർ വിദേശത്താണ്. അപ്പോൾ ഇങ്ങനെ പള്ളയൊക്കെ പിടിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. അതിന് അടുത്ത് കാണുന്ന വീട്ടിലും ആരുമില്ല, അവരും വിദേശത്താണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞാനങ്ങനെ 1 കിലോമീറ്റർ പോയിട്ട് ഞാൻ തിരിച്ചു വരികയാണ്. തിരിച്ച് നടന്നു വരുന്ന ഭാഗമാണ്. ഈ റബ്ബർ തോട്ടങ്ങളാട്ടോ കൂടുതലുള്ള. ഞങ്ങളുടെ ഇവിടെ അധികവും കൃഷി റബ്ബറിൻ്റെയാണ്. പിന്നെ കന്നാരയുണ്ട്, വാഴ, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. എന്നാലും അധികം തോട്ടങ്ങളാട്ടോ, റബ്ബർ തോട്ടങ്ങളാണ് അധികം ഉള്ളത്. അത് ഏക്കർ കണക്കിൽ 10-40 ഏക്കറൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പം നമ്മുടെ വീട്ടിലെ ചെടി അങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ്. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയത്തൊന്നുമില്ല. എങ്കിലും അത് കഴിയുമ്പോൾ മുറ്റത്തോടെ ഒന്ന് പതുക്കെ വന്ന് ഞാൻ വീട്ടിലേക്ക് കയറാൻ നോക്കിയപ്പം എന്നെ കാത്തൊരുത്തൻ അവിടെ ഇരിപ്പുണ്ട്. അതാണ് നമ്മുടെ പൂച്ചക്കുട്ടൻ, പാവപ്പെട്ടവൻ എന്ന് ഞാൻ വിളിക്കുന്ന പൂച്ച. അവൻ പാല് പ്രതീക്ഷിച്ചിരിക്കുന്നതാട്ടോ. രാവിലെ പാലിയായിട്ട് ഒരുത്തൻ കിടന്ന് നല്ല ഉറക്കമാണ്. അവൻ എണീറ്റിട്ടില്ല. ഒരുത്തനെ കണ്ടില്ല. അപ്പം വന്നു. ഞാൻ തന്നെ ബ്രൂണോനെയും കൊണ്ടൊന്ന് നടക്കാൻ പോയേക്കാം എന്നോർത്തോണ്ട്. ബ്രൂണോനെ രാവിലെ ഇറക്കി ഞാൻ വിടും. പക്ഷേ ഞാൻ പണ്ടൊക്കെ ചങ്ങലേന്ന് വിടുമായിരുന്നേ. ഈ കഴുത്തേന്ന് അഴിച്ചങ്ങ് വിടുമായിരുന്നു. അവൻ വിളിച്ചാൽ വരില്ലാന്നേ. അവൻ അടുത്ത പഞ്ചായത്തും കടന്നു പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ അവനെ ചങ്ങല വിട്ടേ വിടുകയുള്ളൂ. ഞാൻ കൈ പിടിച്ചോണ്ട് പോകുള്ളൂ. എന്നെ വലിച്ചുകൊണ്ട് ഓടും എന്നുമുള്ള സ്വഭാവമാണ് ഇത്. പക്ഷേ ഭയങ്കര സ്നേഹമാണ് താനും. എന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ. വീട്ടിൽ ആരെയും കാണാൻ മേല അവന്. ഒരു മനുഷ്യനെ അടുപ്പിക്കില്ല, എല്ലാവരെയും കടിക്കും. അതാ ഒരു പാട്. എന്നെ മാത്രം ഒന്നും ചെയ്യില്ല, കടിക്കുകയൊന്നുമില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പറമ്പിക്കോടെ ഇങ്ങനെ പോകുന്ന ഭാഗമൊക്കെ കാണുന്നത്. പണ്ട് ഞങ്ങൾ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്, ഞാനും അവനും കൂടെ പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു പള്ളിയിൽ പോകുന്ന ഒരു ചേച്ചിനെ കടിക്കാൻ തുടങ്ങി. കടി കൊടുത്തു. പക്ഷേ ഈ ഷിമ്മിക്കൂടിനകത്ത് പൂവ് ഏതാണ്ടുണ്ടായിരുന്നു പള്ളിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ മറ്റേ സിമിത്തേരി വെക്കാൻ വേണ്ടിയിട്ട് പൂവൊക്കെ ആയിട്ട് ചേച്ചി പോകുമായിരുന്നു. ആ പൂവെല്ലാം കടിച്ച് പറിച്ച് ശരിയാക്കി. അന്ന് ഞാൻ അവനെ പിടിക്കാൻ ചാടി പിടിച്ചതാണ്. അവൻ്റെ മുട്ടയിലെ തോലൊക്കെ പോയതാണ്. അതോടുകൂടി ഞാൻ ആ പരിപാടി നിർത്തി. ഇപ്പം ഞാൻ അങ്ങനെ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് അഴിച്ചു വിടാറില്ല. കാരണം ഞാൻ തന്നെ അവനെയും കൊണ്ടങ്ങ് പോകും. ഇനി എൻ്റെ ബാലഗോപാലിനെ കുളിപ്പിക്കണ ഭാഗമാണ്. കുളിക്കണ ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ പട്ടികൾക്കൊക്കെ ഈ ചൂട് ഒത്തിരിയായി കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവൻ ഭക്ഷണം കഴിക്കില്ല. പിന്നെ അവൻ ഇങ്ങനെ ഛർദ്ദിക്കുകയും ചെയ്യും. അത് ചൂടധികമായിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നും കുളിപ്പിച്ചാൽ അതിൻ്റെ പൂടയൊക്കെ പൊഴിഞ്ഞു പോകുമെന്നാണ് പറയണത്. അതുകൊണ്ട് ഞാൻ മാസത്തിൽ ഒരു ദിവസമൊക്കെ കുളിപ്പിക്കും കേട്ടോ. ഇവന് കുളിക്കണ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇങ്ങനെ പൊക്കം കുറ, കുഞ്ഞി പട്ടിയാണേ, പൊക്കം കുറ, വെയിറ്റും ഇല്ല. നിറച്ച് മേല് നിറച്ച് പൂടയായതുകൊണ്ട് ഇങ്ങനെ നമുക്ക് തോന്നും ഇവൻ വലിയ പട്ടിയാണെന്നൊക്കെ തോന്നും. ഇവൻ്റെ കഥ കേട്ട ഇവൻ അനാഥനാണ്. അനാഥൻ എന്ന് വെച്ചാൽ ഇവൻ്റെ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവൻ ഒരു വീട്ടിൽ ഇങ്ങനെ 5 കുഞ്ഞുങ്ങളുണ്ടായി കിടക്കുമായിരുന്നു. ആ കുഞ്ഞുങ്ങളിങ്ങനെ ഉണ്ടായത് അവരെങ്ങും അറിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു 6 വർഷം മുമ്പ് ഒരു വലിയ മഴവെള്ളം ഉണ്ടായില്ലേ, ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കമൊക്കെ ആ സമയത്തുണ്ടായത്. എന്നിട്ട് ഇതിങ്ങനെ ഈ എന്താ പറയുക, ഈ വാഴയുടെ ചോട്ടിലുണ്ടായി കിടന്നിട്ട് ആ വീട്ടിലെ അമ്മ ഒരു കൊട്ടയ്ക്കകത്ത് എടുത്തുകൊണ്ട് വെച്ചിരുന്നു. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, പട്ടിക്കുഞ്ഞിനെ വേണോ, പട്ടിക്കുഞ്ഞ് ഇവിടെ ഉണ്ടായി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അവരുടെ വീട്ടിലെ പട്ടിയല്ലെന്നാണ് പറയണേട്ടെ. എങ്കിലും ഞങ്ങൾ ചെന്ന് ആ പട്ടീനെ എടുത്തുകൊണ്ട് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. 10 ദിവസം കണ്ണങ്ങ് തുറന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ചത്തുപോകുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന. എങ്കിലും അവനെ കൊണ്ടുവന്ന് പാലുമൊക്കെ കൊടുത്ത് വളർത്തി ഇത്രയാക്കി എടുത്തതാട്ടോ. അപ്പം അന്ന് തൊട്ട് നമ്മുടെ വീട്ടിലുണ്ട്. പിന്നെ കുളി കഴിഞ്ഞാൽ പുള്ളീനെ എടുത്തുകൊണ്ട് പോയാലും കണ്ടില്ലേ, മണ്ണിൽ കിടന്ന് അങ്ങ് പെട്ടരും. നമ്മളറിയുമല്ലോ